നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ ശൗലിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന അതിൻ്റെ സംഭവത്തിൻ്റെ ചുരുക്കമാണ്. ദാവീദ് ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ വധിച്ചതിനു ശേഷം തിരികെ പാളയത്തിലെത്തിയപ്പോൾ സൈന്യത്തലവനായ അബ്നേർ ദാവീദിനെ ശൗൽ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. ദാവീദിൻ്റെ കയ്യിൽ അപ്പോഴും ഗോലിയാത്തിൻ്റെ തലയുണ്ടായിരുന്നു. ശൗൽ ദാവീദിനോട്, യുവാവേ, നീ ആരുടെ മകനാണെന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേംകാരനായ അങ്ങയുടെ ദാസൻ ശീശായിയുടെ മകൻ ആണ്. ദാവീദ് രാജാവിനോട് മറുപടി പറഞ്ഞു. ശൗൽ രാജാവിൻ്റെ മകൻ്റെ പേര് യോനാഥാൻ എന്നായിരുന്നു. അവന് ദാവീദിനെ വലിയ ഇഷ്ടമായി. എക്കാലവും കൂട്ടുകാരായിരിക്കാമെന്ന് അവർ അന്യോന്യം വാക്കുകൊടുത്തു. ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാൻ അവൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും അവൻ്റെ കവചവും വാളും വില്ലും അരപ്പട്ടയുമെല്ലാം ദാവീദിന് കൊടുത്തു. ശൗൽ അന്നു മുതൽ ദാവീദിനെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. തിരികെ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ വിട്ടില്ല. ശൗൽ രാജാവിനെ അയച്ച എല്ലാ യുദ്ധങ്ങളും ദാവീദ് ജയിച്ചു. അതുകൊണ്ട് ശൗൽ രാജാവിന് അവനെ തൻ്റെ സൈന്യത്തിലെ ഒരു തലവനായി നിയമിക്കേണ്ടി വന്നു. അവനെ നിയമിക്കുകയും ചെയ്തു. ശൗലിൻ്റെ മറ്റു പടത്തലവന്മാർക്കും ജനങ്ങൾക്കും ഇത് വളരെ ഇഷ്ടമായി. ഗോലിയാത്തിനെ വധിച്ചതിനു ശേഷം ദാവീദ് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. സൈന്യവും തിരികെ പോവുകയായിരുന്നു. അപ്പോൾ ശൗൽ രാജാവിനെ എതിരേൽക്കുവാൻ ഇസ്രായേൽ പട്ടണങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഒരുമിച്ചുകൂടി. അവർ വാദ്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകൾ ഇങ്ങനെയാണ് പാടിയത്: ശൗൽ കൊന്നത് ആയിരങ്ങളെ, ദാവീദോ പതിനായിരങ്ങളെ. ശൗൽ കൊന്നത് ആയിരങ്ങളെ, ദാവീദോ പതിനായിരങ്ങളെ. ശൗൽ രാജാവിന് ഇത് ഇഷ്ടമായില്ല. അയാൾക്ക് വളരെ കോപമുണ്ടായി. ഇവർ ദാവീദിന് കൊടുക്കുന്നതിലും കുറച്ച് ബഹുമാനമേ രാജാവായി എനിക്ക് തരുന്നുള്ളൂ. നാളെ അവർ ഇവനെ രാജാവാക്കും. ഇങ്ങനെ ശൗൽ ദാവീദിനെക്കുറിച്ച് അസ്യാലുവായി. അങ്ങനെ ദാവീദിനെ നിരീക്ഷണം ചെയ്യുവാൻ ശൗൽ രാജാവ് തീരുമാനിച്ചു. അടുത്ത ദിവസം ഒരു അശുദ്ധാത്മാവ് ശൗലിനെ പിടികൂടി. അയാൾ വീട്ടിൽ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുവാൻ തുടങ്ങി. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശൗൽ രാജാവിൻ്റെ കയ്യിലൊരു കുന്തമുണ്ടായിരുന്നു. ഞാൻ ഇവനെ ഭിത്തിയോട് ചേർത്ത് തറയ്ക്കും എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശൗൽ ദാവീദിൻ്റെ നേരെ 2 പ്രാവശ്യം കുന്തമെറിഞ്ഞു. എന്നാൽ 2 തവണയും ദാവീദ് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ദൈവം തന്നെ വിട്ടുപോയി എന്ന് ശൗൽ അറിഞ്ഞു. ദാവീദിനോടുകൂടെ ദൈവമുണ്ടെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ ദാവീദിനെ 1000 സൈന്യങ്ങളുടെ തലവനായി നിയമിച്ച് ദൂരേക്ക് അയച്ചു. ദാവീദ് തൻ്റെ സൈന്യത്തിന് നല്ല നേതൃത്വം നൽകി. യുദ്ധങ്ങളിൽ വിജയിച്ചു കൊണ്ടിരുന്നു. യഹോവ അവനോട് കൂടെയുണ്ടായിരുന്നു. ദാവീദിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ശൗലിന് ദാവീദിനെ ഏറെ ഭയമായി. എന്നാൽ നല്ലൊരു നേതാവായിരുന്നതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ദാവീദിനെ വളരെ ഇഷ്ടമായിരുന്നു. ശൗലിൻ്റെ മകൻ യോനാഥാന് ശൗലിൻ്റെ കാലശേഷം രാജാവാകേണ്ടത്. ശൗൽ ദാവീദിനെ വളരെയധികം വെറുത്തിരുന്നുവെങ്കിലും യോനാഥാനും ദാവീദും തമ്മിൽ ഉറ്റ മിത്രങ്ങളായി മാറി. അതൊരു അത്ഭുതവുമാണ്. ദാവീദ് ശൗലിൻ്റെ അടുത്തു നിന്നും ഓടി യോനാഥാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിൻ്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഒരിക്കലും അങ്ങനെ മരിക്കുകയില്ല. എൻ്റെ അപ്പൻ പരിപാടികളൊക്കെ എന്നോട് പറയും. ഇക്കാര്യം അദ്ദേഹം എന്നിൽ നിന്നും മറച്ചു വെക്കുകയുമില്ല. നിന്നെ കൊല്ലുവാൻ അപ്പന് യാതൊരു ഉദ്ദേശവുമില്ല, യോനാഥാൻ പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നിനക്കെന്നോട് വലിയ ഇഷ്ടമാണെന്ന് അപ്പന് നല്ലതുപോലെ അറിയാം. നിന്നെ വിഷമിപ്പിക്കുവാൻ നിൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നെ കൊല്ലുവാനുള്ള ചിന്ത നിന്നോട് പറയാതിരുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ മരണത്തിൽ നിന്ന് ഒരടി മാത്രം ദൂരെയാണ്. നീ എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യാം, പറഞ്ഞോളൂ, യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു. നാളെയാണല്ലോ പൗർണമി ഉത്സവം. രാജാവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കുവാൻ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്.
ദാവീദ് പറഞ്ഞു, നീ സമ്മതിച്ചാൽ ഞാൻ പോയി വയലിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഞാൻ എന്താണ് വരാത്തതെന്ന് ഒരുപക്ഷെ നിൻ്റെ അപ്പൻ ചോദിച്ചേക്കാം. അപ്പോൾ ഞാൻ നിൻ്റെ അനുവാദത്തോടുകൂടി വളരെ അത്യാവശ്യമായി ബേദലഹേമിൽ വീട്ടിലേക്ക് പോയി എന്ന് പറയുക. അവിടെ വർഷം തോറും നടത്തിവരുന്ന കുടുംബോത്സവമാണ് എന്ന് പറയണം. സാരമില്ല എന്നാണ് രാജാവിൻ്റെ മറുപടിയെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവുകയില്ല. എന്നാൽ രാജാവിന് കോപമുണ്ടായാൽ എനിക്ക് അപകടമാണ്. എന്നെ കൊല്ലാനാണ് രാജാവിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാം. മരിക്കുന്നതുവരെയും നാം സ്നേഹിതന്മാരായിരിക്കാം എന്ന് നാം തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുള്ളത് പാലിക്കുമല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊന്നുകളയുക. നിൻ്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ എന്തിനിടയാകണം? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? യോനാഥാൻ ദാവീദിനോട് ചോദിച്ചു. എൻ്റെ അപ്പൻ നിന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനത് നിന്നോട് പറയാതിരിക്കുമോ? നിൻ്റെ അപ്പൻ എന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ദാവീദ് തിരിച്ച് യോനാഥാനോട് ചോദിച്ചു. നമുക്ക് വയലിലേക്ക് പോകാം. യോനാഥാൻ ദാവീദിനെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തന്നെ നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നാളെയും മറ്റന്നാളും ഇതേ സമയത്ത് ഞാൻ അപ്പനോട് ചോദിക്കും. അപ്പന് നിന്നെക്കുറിച്ച് നല്ല വിചാരമാണുള്ളതെങ്കിൽ ഞാൻ അക്കാര്യം നിന്നെ അറിയിക്കും. അല്ല, അപ്പൻ നിന്നെ കൊല്ലാനാണ് പരിപാടിയിട്ടിരിക്കുന്നതെങ്കിൽ അത് നിന്നെ അറിയിക്കാമെന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അപ്പോൾ നിനക്ക് ഓടി ദൂരെ പോയി രക്ഷപ്പെടാം. യഹോവ എൻ്റെ പിതാവിനോടുകൂടെ ഇരുന്നതുപോലെ നിൻ്റെയും കൂടെ ഇരിക്കട്ടെ. ഞാൻ ജീവനോടിരുന്നാൽ നമ്മുടെ ഉടമ്പടി അനുസരിച്ച് അവസാനം വരെ സ്നേഹിതന്മാരായിരിക്കാം. ഞാൻ മരിച്ചുപോയാൽ എൻ്റെ കുടുംബത്തോട് എപ്പോഴും ദയ കാണിക്കണം. ദൈവം നിൻ്റെ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ചു കളയുമ്പോൾ നാം പരസ്പരം ചെയ്ത പ്രതിജ്ഞ പാലിക്കുവാൻ യഹോവ നിന്നെ സഹായിക്കട്ടെ. താൻ ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നത് പോലെ ദാവീദ് തന്നെ സ്നേഹിക്കുന്നുണ്ട്. യോനാഥാൻ ദാവീദിനെ കൊണ്ട് ഒരിക്കൽ കൂടെ പ്രതിജ്ഞ എടുപ്പിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട്, നാളെ പൗർണമി ഉത്സവത്തിന് നീ വന്നില്ലെങ്കിൽ എല്ലാവരും അത് ശ്രദ്ധിക്കും. മറ്റന്നാളും വന്നില്ലെങ്കിൽ അക്കാര്യം കൂടുതൽ വ്യക്തമാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ നേരത്തെ തങ്ങിയിരുന്ന ഇടത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക. അവിടെ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കണം. ഞാൻ അവിടേക്ക് 3 അമ്പുകളെയും എന്നിട്ട് അവ പോയി എടുത്തുകൊണ്ടുവരുവാൻ ഞാൻ എൻ്റെ ദാസനെ അയക്കും. ഞാൻ അവനോട്, അമ്പുകൾ നിൻ്റെ ഇപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ നിനക്ക് അപകടമൊന്നുമില്ല, നിനക്ക് പുറത്തു വരാം എന്നാണ് അതിനർത്ഥം. അമ്പുകൾ നിൻ്റെ അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്നും പോകുക. ദൈവം നിന്നെ ഇവിടെ നിന്നും ദൂരേക്ക് അയക്കുകയാണ്. എത്ര ദൂരെ പോയാലും നമ്മുടെ പ്രതിജ്ഞ നമുക്ക് പാലിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പറഞ്ഞതുപോലെ തന്നെ ദാവീദ് വയലിൽ ഒളിച്ചിരുന്നു. പൗർണമി ഉത്സവത്തിൻ്റെ അന്നു വിരുന്നിന് ശൗൽ രാജാവ് ഭിത്തിക്കരികെയുള്ള തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. അബ്നേർ ശൗലിന് തൊട്ടടുത്തിരുന്നു. യോനാഥാൻ ശൗലിൻ്റെ എതിർവശത്തിരുന്നു. ദാവീദിനായി ഒരുക്കിയിരുന്ന ഇരിപ്പിടം ഒഴിഞ്ഞു കിടന്നിരുന്നു. എങ്കിലും അന്ന് ശൗൽ ഒന്നും പറഞ്ഞില്ല. ഉത്സവത്തിൻ്റെ 2-ാം ദിവസവും ദാവീദിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടന്നിരുന്നു. അപ്പോൾ ശൗൽ യോനാഥാനോട് ചോദിച്ചു, ദാവീദ് ഇന്നലെയും ഇന്നും സദ്യയ്ക്ക് വരാഞ്ഞതെന്ത്? ദാവീദ് തൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കുടുംബത്തിലെ ഉത്സവം കൂടാനായി ബേദലഹേമിലേക്ക് പോയിരിക്കുകയാണെന്ന് യോനാഥാൻ മറുപടി പറഞ്ഞു. ശൗൽ യോനാഥാൻ്റെ നേരെ കോപിച്ചു. നാണം കെട്ടവനെ, നീ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവനാണ്. നീ ദാവീദിൻ്റെ പക്ഷം ചേർന്നിരിക്കുകയാണ്. നീ നിനക്കും കുടുംബത്തിന് മുഴുവനും നാണക്കേടുണ്ടാക്കുകയാണ്. ദാവീദ് ജീവനോടിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാൻ കഴിയുകയില്ല എന്നറിയില്ലേ? വേഗം പോയി അവനെ കൂട്ടിക്കൊണ്ടുവരിക. അവൻ മരിക്കണം. അവൻ എന്തിനു മരിക്കണം? എന്തു തെറ്റാണ് അവൻ ചെയ്തത്? യോനാഥാൻ രാജാവിനോട് ചോദിച്ചു. ഇത് കേട്ട് അരിശമൂത്ത രാജാവ് യോനാഥാനെ കൊല്ലാനായി അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു. ദാവീദിനെ കൊല്ലാൻ തന്നെയാണ് തൻ്റെ അപ്പൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് യോനാഥാന് മനസ്സിലായി. യോനാഥാൻ കോപത്തോടെ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് അന്നു മുഴുവനും അവൻ ഒന്നും കഴിച്ചില്ല. ശൗലിൻ്റെ വാക്കുകൾ മൂലം അവൻ വളരെ ദുഃഖിതനായിരുന്നു. നേരത്തെ പറഞ്ഞു തരുന്നത് പോലെ പിറ്റേ ദിവസം കാലത്തെ യോനാഥാൻ ദാവീദ് ഒളിച്ചു പാർക്കുന്ന സ്ഥലത്തിരുന്നു. അവനോടുകൂടെ ഒരു ദാസനുമുണ്ടായിരുന്നു. നീ ഓടിപ്പോയി ഞാൻ എയ്യുന്ന അമ്പെടുത്തു കൊണ്ടുവരിക. യോനാഥാൻ അവനോട് പറഞ്ഞു. അവൻ ഓടിത്തുടങ്ങിയപ്പോൾ യോനാഥാൻ ഒരു അസ്ത്രം തൊടുത്ത് അവൻ്റെ അപ്പുറത്തേക്ക് വിട്ടു. പയ്യൻ അമ്പ് കിടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അത് അപ്പുറത്ത് കിടക്കുന്നു, വേഗം ചെന്നെടുക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. ബാലൻ അമ്പെടുത്തുകൊണ്ട് തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് വന്നു. ഇതിൻ്റെ അർത്ഥം അവന് ആ ബാലനൊന്നും മനസ്സിലായില്ല.
യോനാഥാൻ തൻ്റെ ആയുധങ്ങൾ ആ ബാലനെ ഏൽപ്പിച്ചിട്ട് ഇതുകൊണ്ട് പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവാൻ ആജ്ഞാപിച്ചു. ആ ദാസൻ പോയി കഴിഞ്ഞപ്പോൾ ദാവീദ് കൽക്കൂമ്പാരത്തിൻ്റെ പുറകിൽ നിന്ന് എഴുന്നേറ്റ് അവൻ നിലത്ത് 3 പ്രാവശ്യം കവിണ്ടു വീണു. അവനും യോനാഥാനും വളരെ നേരം കരഞ്ഞു, പരസ്പരം ചുംബിച്ചു. യോനാഥാനേക്കാളും വലിയ ദുഃഖമായിരുന്നു ദാവീദിൻ്റേത്. ഇത് ദാവീദിനെ രക്ഷപ്പെടുത്തിയ ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാൻ എന്ന ആ സ്നേഹിതൻ്റെ സംഭവകഥയാണ്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.